റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ പങ്കിനെക്കുറിച്ച് റഷ്യ സ്മരിക്കുന്ന വിജയദിനത്തിന്റെ ഭാഗമായാണ് വെടിനിർത്തലെന്ന് ട്രംപ് പ്രസ്താവിച്ചു. മെയ് 9, 10, 11 എന്നിങ്ങനെയുള്ള 3 ദിവസങ്ങളിലായാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷവാനാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റഷ്യൻ വിജയദിനത്തെ സ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് വെടിനിർത്തൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുക്രൈനും നിർണായക ഘടകമായിരുന്നല്ലോ എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന തരത്തിലാണ് ഈ വെടിനിർത്തൽ. ഇരു രാജ്യങ്ങളും ബന്ദികളാക്കി വെച്ച 1000 പേരെ പരസ്പരം കൈമാറും. മധ്യസ്ഥനാകാമോ എന്ന അഭ്യർത്ഥന മുന്നിലെത്തിയ പാടെ വല്ലാത്ത സന്തോഷം തോന്നി. ഇടനിലക്കാരായി തെരഞ്ഞെടുത്തതിൽ പ്രസിഡന്റുമാരായ വ്ളാഡിമിർ പുടിനോടും സെലൻസ്കിയോടും നന്ദിയുണ്ട്. ഭീകരമായ ഒരു യുദ്ധം അവസാനിക്കുന്നതിന്റെ തുടക്കമാണിതെന്ന് തോന്നുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും മാരകമായ ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന അത്താഴ വിരുന്നിനിടെ ട്രംപ് നടത്തിയ പ്രസ്താവന പ്രഖ്യാപനത്തിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തു. ഞാൻ അവരോട് ആവശ്യപ്പെട്ടയുടൻ പുടിനും സെലൻസ്കിയും അംഗീകരിക്കുകയായിരുന്നു. രണ്ടുപേരും ഉടൻ തയ്യാറായി. എന്തായാലും കിട്ടിയ സമയം കൊണ്ട് പരസ്പരം ആയുധമെടുക്കാത്ത ഈ നല്ല സമയങ്ങൾക്ക് സാക്ഷിയാകാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 3 ദിവസത്തെ വെടിനിർത്തലിനിടെ കരാർ ലംഘിക്കുന്ന നടപടികൾ ഉണ്ടാകില്ലെന്നും ഇരു രാജ്യങ്ങളും 1000 ബന്ദികളെ പരസ്പരം കൈമാറുമെന്നുമാണ് വിവരം. വെള്ളി, ശനി ദിവസങ്ങളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇരുകൂട്ടരും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 13 ലക്ഷത്തിലധികം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 10 ലക്ഷത്തോളം പേർക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് വിവരം. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈനിൽ ഇതുവരെ കുറഞ്ഞത് 15,500-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കും. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മാത്രം യുക്രൈനിൽ 550-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും 2700-ലധികം പേർക്ക് പരിക്കേറ്റതായും ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയുടെ പരാജയത്തിന്റെ 81ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും യുക്രൈനിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിജയദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബുധനാഴ്ച പുലർച്ചെ 12 മണി മുതൽ തന്റെ രാജ്യം വെടിനിർത്തൽ ആചരിക്കുമെന്നും ആ നിമിഷം മുതൽ റഷ്യയുടെ നടപടികൾക്ക് സമാനമായി പ്രതികരിക്കുമെന്നും വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തലിന് അദ്ദേഹം അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല. ആക്രമണ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ പരമ്പരാഗത സൈനിക പരേഡോടെ റഷ്യ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യതര അവധി ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച പ്രഖ്യാപനങ്ങൾ വരുന്നത്. 4 വർഷത്തിലേറെ പഴക്കമുള്ള അധിനിവേശത്തെ ചെറുക്കുന്നതിനായി യുക്രൈൻ റഷ്യയുടെ ഉള്ളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. അതേസമയം ഇറാന്റെ ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകി യുഎഇയും രംഗത്ത് വന്നു. യുഎഇ അറ്റോർണി ജനറൽ ആയിരിക്കും സമിതി അധ്യക്ഷൻ. യുഎഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമാണ് പ്രഖ്യാപനം നടത്തിയത്. മേഖലയിൽ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിനു നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ നിയമപരമായി രേഖപ്പെടുത്താനാണ് ദേശീയ സമിതിക്ക് യുഎഇ രൂപം നൽകിയത്. രാജ്യത്തെ നിയമങ്ങളും സാങ്കേതിക മാനദണ്ഡങ്ങളും അനുസരിച്ച് തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ എന്നിവരെയും എത്രമാത്രം ബാധിച്ചുവെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ് സമിതിയുടെ ചുമതല. രാജ്യത്തെ പ്രധാന മന്ത്രാലയങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളായിരിക്കും. തെളിവുകളുടെ സമഗ്രത ഉറപ്പുവരുത്താൻ സാമ്പത്തിക, സാങ്കേതിക, സുരക്ഷാ നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സമിതിയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.